വാഹനലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ടെസ്റ്റ് ഡ്രൈവിലേക്ക് സ്വാഗതം. നവംബർ 4-ന് ഹ്യുണ്ടായിയുടെ ന്യൂജൻ വെന്യൂ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാരുതി ബ്രെസ്സ, കിയ സോനറ്റ്, ടാറ്റ നെക്സോൺ തുടങ്ങിയ മോഡലുകൾക്ക് വെല്ലുവിളിയായി വലിയ അപ്ഗ്രേഡുകളോടും നൂതന സുരക്ഷാ ഫീച്ചറുകളോടും കൂടിയാണ് ഈ പുതിയ മോഡൽ എത്തുന്നത്. ഇതിൽ പുനർരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് റെയർ ബമ്പറുകൾ, ലംബമായി അടുക്കി വെച്ച പ്രൊജക്ടർ, ഹെഡ് ലാമ്പുകളോട് കൂടിയ പുതിയ സ്പ്ലിറ്റ് ഹെഡ് ലാമ്പ്, ചതുരാകൃതിയിലുള്ള ഇൻസേർട്ടുകളുള്ള പുതിയ ഗ്രിൽ എന്നിവ ഉൾപ്പെടുന്നു. പിൻഭാഗത്ത് പുതിയ LED ടെയിൽ ലാമ്പുകൾ, പരിഷ്കരിച്ച ബമ്പർ, കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് എന്നിവയും പുതിയ അലോയ് വെയിലുകളും റൂഫ് വെയിലുകളും പ്രതീക്ഷിക്കുന്നു. അത്യാധുനിക ഇന്റീരിയറിൽ ഡാഷ്ബോർഡിന്റെ കേന്ദ്രഭാഗത്ത് പൂർണ്ണമായും ഡിജിറ്റലായ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും സംയോജിപ്പിച്ച കർവ് ഡ്യുവൽ ഡിസ്പ്ലേ സെറ്റപ്പാണ് പ്രധാന ആകർഷണം. സുരക്ഷയുടെ കാര്യത്തിൽ ഉയർന്ന വേരിയന്റുകളിൽ ലെവൽ 2 അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം സ്യൂട്ട് ഉണ്ടാകും. വെന്റിലേറ്റഡ് സീറ്റുകൾ, 360° ക്യാമറ, പുതിയ ഡാഷ്ബോർഡ് ലേഔട്ട്, പരിഷ്കരിച്ച സെന്റർ കൺസോൾ, മെച്ചപ്പെടുത്തിയ അപ്ഹോൾസ്റ്ററി എന്നിവ മറ്റ് പ്രതീക്ഷിക്കുന്ന ഫീച്ചറുകളാണ്. നിലവിലുള്ള എഞ്ചിൻ ഓപ്ഷനുകൾ തന്നെയാകും പുതിയ മോഡലിലും തുടരുക. ആദ്യ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ ഫെരാരി. മികവിൽ ഇലക്ട്രിക് കാറും പിന്നിലാകരുതെന്ന നിർബന്ധത്തിലാണ് കമ്പനി. ഇലക്ട്രിക് വാഹനത്തിൽ പെട്രോൾ എഞ്ചിനുകളുടെ ശബ്ദമായിരിക്കും ഉണ്ടാകുക എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ. കൃത്രിമ എഞ്ചിൻ ശബ്ദം ഉപയോഗിക്കില്ലെന്നാണ് ഫെരാരിയുടെ നിലപാട്. ശബ്ദത്തിലുള്ള ബ്രാൻഡിലാണ് കാര്യം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യഥാർത്ഥ ശബ്ദം തന്നെ ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. ഫെരാരിയുടെ സ്പോർട്സ് കാറുകളുടെ ആകർഷിക്കുന്ന പ്രധാന ഘടകം അവയുടെ എക്സോസ്റ്റ് സൗണ്ടാണ്. ഇലക്ട്രിക് വാഹനവുമായി ഫെരാരി എത്തുമ്പോൾ ഈ ശബ്ദത്തിന്റെ അഭാവമാകും വാഹനപ്രേമികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക. പെർഫോമൻസ് കാറുകളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിന്റെ മുഴങ്ങുന്ന ശബ്ദത്തിന് തുല്യമായ ശബ്ദം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകാൻ ഇതുവരെ വാഹന നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടില്ല. ഫെരാരിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായാൽ വാഹന നിർമ്മാണ രംഗത്തെ വൻ ചുവടുവെപ്പാകും അത്. ഇതുവരെ വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശരിയായ ശബ്ദം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോഡ്ജ് അവരുടെ EVകൾക്കായി ഫ്രാറ്റ്സോണിക് ചേംബേർഡ് എക്സോസ്റ്റ് എന്ന് വിളിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരിയായ ശബ്ദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. മറ്റ് ചിലരാകട്ടെ ഇലക്ട്രിക് മോട്ടോറുകളുടെ ശബ്ദം അതുപോലെ നിലനിർത്തി. പക്ഷേ ഫെരാരി വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത്. ഇലക്ട്രിക് ഗിറ്റാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡ്രൈവ് ട്രെയിൻ ഘടകങ്ങളുടെ വൈബ്രേഷൻ പിടിച്ചെടുത്ത് ആംപ്ലിഫൈ ചെയ്ത് പുറത്തുവിടാനാണ് ഫെരാരി ശ്രമിക്കുന്നത്. പിൻ ആക്സിലിൽ സ്ഥാപിച്ചിട്ടുള്ള ആക്സിലറോമീറ്റർ ഉപയോഗിച്ച് ഡ്രൈവ് യൂണിറ്റിൽ നിന്നുള്ള പ്രകമ്പനങ്ങൾ പിടിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇങ്ങനെ ലഭിക്കുന്ന സിഗ്നലുകൾ വലുതാക്കി ഇലക്ട്രിക് മോട്ടോറിന്റെ ശബ്ദവുമായി യോജിപ്പിച്ച് പുറത്തുവിടുകയാണ് ചെയ്യുക. കൃത്രിമമായ ശബ്ദങ്ങളോ പെട്രോൾ എഞ്ചിന്റെ ശബ്ദമോ അനുകരിക്കാതെ ഇലക്ട്രിക് പവർ ട്രെയിനിന്റെ തനതായതും എന്നാൽ മെച്ചപ്പെടുത്തിയതുമായ ശബ്ദം നൽകാനാണ് ഫെരാരി ഈ സാങ്കേതിക വിദ്യയിലൂടെ ലക്ഷ്യമിടുന്നത്. വാഹന ലോകത്തെ കൂടുതൽ ആവേശകരമായ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി അടുത്തയാഴ്ച ടെസ്റ്റ് ഡ്രൈവിലൂടെ വീണ്ടും കാണാം.